അർജുൻ കല്യാട് തുടരുന്നുണ്ട്. അർജുൻ, KPCC അധ്യക്ഷന്റെ നിലപാട് വ്യക്തമാണ്. പക്ഷേ ഇത് പാർട്ടിയുടെ ആകെയുള്ള ഒരു നിലപാടാണോ, മുന്നണിയുടെ നിലപാടാണോ എന്നത് തന്നെയാണ് ആകാംക്ഷ. കാരണം മറ്റു നേതാക്കൾ ആരും തന്നെ ഇത്തരത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. CPIയെ തെറ്റുതിരുത്തി വന്നാൽ മുന്നണിയിലേക്ക് സ്വീകരിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാം, അടിയന്തരമായി ചർച്ച ചെയ്യാമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും വിനീത്, അതായത് ഇതൊരു പാർട്ടി ആകെ ആലോചിച്ചെടുത്ത് കൈക്കൊണ്ട ഒരു തീരുമാനം KPCC അധ്യക്ഷൻ വിശദീകരിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് നേതാക്കളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നില്ല. സുധാകരൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി CPI എടുക്കുന്ന സമീപനങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായി അവരുടെ തെറ്റുതിരുത്തി മുന്നണിയിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് അടിയന്തരമായി പരിഗണിക്കാം എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിൽ CPIയെ കൈയച്ചുകൊണ്ട് അല്ലെങ്കിൽ യാതൊരുവിധ ഉപാധികളുമില്ലാതെ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല KPCC അധ്യക്ഷൻ സ്വീകരിച്ചത്. അതിൽ തന്നെ രാഷ്ട്രീയപരമായ ഒരു കൗശലം കൂടി KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് CPIയെ കൃത്യമായ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് തരക്കേടില്ല, ഞങ്ങൾ സ്വീകരിക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവർ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം, നിങ്ങൾ ഈ മുന്നണിയുടെ അനിവാര്യമായ സാഹചര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് CPIയുടെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ CPIയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ പ്രധാനമായും സുധാകരൻ ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ CPIയെ UDF പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് LDF അതായത് ഇടതുമുന്നണിയിൽ ഒരു ഭിന്നിപ്പ് രൂക്ഷമാക്കുക, അതൊരു കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമായി അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ അത് കൂടുതൽ ഗുണം ചെയ്യുക UDFനാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ കൂടുതൽ വളരെ കൗശലത്തോടു കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് KPCC അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എന്നുള്ള ഒരു നിലപാടായിട്ട് വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.